ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒട്ടും സുരക്ഷിതരല്ല. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ഹിന്ദു സമൂഹത്തെ അവിടുന്ന് വേരോടെ പിഴുതെറിയാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. വീടുകൾക്ക് തീയിട്ടും സാധുക്കളെ കൊലപ്പെടുത്തിയും മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ വംശഹത്യ അവിടെ തകൃതിയായി അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ ഫിറോസ്പൂർ ജില്ലയിൽ 5 ഹിന്ദു കുടുംബങ്ങളുടെ വീടുകൾ അഗ്നിക്കിരയാക്കിയത്. ആരും രക്ഷപ്പെടാതിരിക്കാൻ വീടിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയിട്ട ശേഷമാണ് അക്രമികൾ തീയിട്ടത്. പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയ കുടുംബാംഗങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു. വസ്ത്രത്തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നതിന് പിന്നാലെയാണ് ഈ പുതിയ ക്രൂരത. സമാധാനം പുലരട്ടെ എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ അക്രമികൾക്ക് മൗനാനുവാദം നൽകുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ അധികാരമേറ്റ ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വവുമില്ല. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു. ഏറ്റവും ഭയാനകമായ വസ്തുത എന്തെന്നാൽ തങ്ങൾക്ക് നേരിട്ട ദുരന്തം ലോകത്തോട് തുറന്നു പറയാൻ പോലും അവിടുത്തെ ഹിന്ദുക്കൾ ഭയപ്പെടുന്നു എന്നതാണ്. പലരും പലായനം ചെയ്യുകയാണ്. ഇത് ആധുനിക കാലത്തെ മറ്റൊരു വംശഹത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. അയൽ രാജ്യത്തെ ജനാധിപത്യപരമായ മാറ്റങ്ങൾ എന്നതിലുപരി അവിടെയുള്ള ഹിന്ദുക്കളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഭാരതം ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല. അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഇന്ത്യ ഉന്നയിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാൻ ഇന്ത്യ മടിക്കില്ല എന്ന കനത്ത മുന്നറിയിപ്പാണ് ന്യൂഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ ഈ നരനായാട്ട് ഇനിയും തുടരാൻ അനുവദിക്കരുത്. ഒരു ജനവിഭാഗത്തെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം വേട്ടയാടുന്നത് ലോകം കണ്ടില്ലെന്ന് നടിക്കരുത്. ബംഗ്ലാദേശ് സർക്കാർ ഇതിന് മറുപടി നൽകിയേ തീരൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.